ശബരിമലയിൽ 41 ദിവസത്തെ മണ്ഡല മഹോത്സവം പരാതിരഹിതമായി പര്യവസാനിക്കുന്നത് കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. മണ്ഡലപൂജാ ക്രമീകരണങ്ങളും മകരവിളക്ക് ഒരുക്കങ്ങളും വിലയിരുത്താൻ ശബരിമല സന്നിധാനത്ത് സന്ദർശനത്തിനെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 41 ദിവസക്കാലത്തെ ഈ വർഷത്തെ തീർത്ഥാടനം വന്ന എല്ലാ അയ്യപ്പന്മാർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിൽ അതിൻ്റെ പരിപൂർണ സമൃദ്ധിയോടെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. കാലേകൂട്ടി ഈ പ്രാവശ്യത്തെ മണ്ഡല മഹോത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് സംഘടിപ്പിച്ചു. ഈ നിലയിലുള്ള കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ നെറ്റ് റിസൾട്ടാണ് പരാതിരഹിതമായ ഒരു തീർത്ഥാടന കാലഘട്ടം, ഏതാണ്ട് മണ്ഡല കാലഘട്ടം ഇന്ന് പര്യവസാനിക്കുന്നു. ഇതിനോടകം വന്ന ഭക്തജനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് 5 ലക്ഷത്തിൽ പരം ഭക്തജനങ്ങൾ ഈ വർഷം 41 കാലഘട്ടത്തിൽ കൂടുതലായി വന്നിരിക്കുന്നു. വരുമാനത്തിന്റെ കാര്യമെടുത്താലും മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 28 കോടി രൂപയ്ക്ക് മുകളിൽ വന്നതായിട്ടാണ് താൽക്കാലികമായ കണക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും അത് വർദ്ധിക്കാനാണ് സാധ്യത. അപ്പൊ ഇത്രയേറെ ഭക്തജനങ്ങൾ വന്നുപോയിട്ടും ഒരാൾക്കും ദർശനം നിഷേധിച്ച് അനുഭവം ആരും പരാതിപ്പെട്ടിട്ടില്ല. മാത്രമല്ല, എല്ലാവർക്കും സുഖമായ ദർശനം ഉറപ്പാക്കിയെന്ന് വന്നവരൊക്കെ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. 1 ലക്ഷത്തിലേറെ തീർത്ഥാടകർ വന്ന ദിവസമുണ്ടായിട്ടും ഒരാൾ പോലും ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടാവാത്തതിന് കാരണം ആസൂത്രണത്തിലെ മികവാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സന്നദ്ധ സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി കാലേകൂട്ടി ചർച്ചകൾ നടത്തിയിരുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 5 ലക്ഷത്തോളം ഭക്തരാണ് ഈ 41 ദിവസത്തെ കാലയളവിൽ കൂടുതലായി എത്തിയത്. വരുമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് 28 കോടി രൂപയോളം കൂടുതലാണെന്നാണ് താൽക്കാലികമായി കണക്കാക്കപ്പെടുന്നത്. ദർശനം കിട്ടാതെ വന്നതായി ആരും പരാതിപ്പെട്ടിട്ടില്ല. സുഗമമായി ദർശനം ഉറപ്പാക്കാനായി എന്ന് വന്നവർ തന്നെ പറയുന്നു. മല കയറി വന്ന എല്ലാവർക്കും സൗജന്യ ഭക്ഷണം ഉറപ്പാക്കാനായിട്ടുണ്ട്. അപ്പവും അരവണയും എല്ലാവർക്കും ലഭിക്കുമെന്ന് ഉറപ്പാക്കി. ഡിസംബർ 28 നടക്കുന്ന യോഗത്തിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു.